Watch full episodes on Jio Hotstar. ഹലോ ഹലോ ഷാഖാൽ. ഹലോ ഹായ്. എല്ലാവരും ഇരിക്കൂ. വെൽക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്വാഗതം. ഷാഖാൽ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. അതായത് ഇതെല്ലാ ബാച്ച്മേറ്റ്സും ചേരുന്ന ഒരു ഗെറ്റ് ടുഗദർ ആണ്. എല്ലാവരുടെയും പഴയകാല ഓർമ്മകൾ വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കൂട്ടുകാരാ, വളരെ ശരി. ഇത് നമുക്ക് ശരിക്കും അടിച്ചൊന്ന് പൊളിക്കണം. കൊച്ചു പ്രായത്തിൽ ഓരോ ദിവസം ഉത്സവമായിരുന്നു. പിന്നെ ഷാഖാൽ, നീ ജയ്സിംഗിനെ ക്ഷണിച്ചില്ലേ? എന്തിനാണ് അവന്റെ പേരിപ്പോൾ ഇവിടെ പറഞ്ഞത്? ഞാൻ അയാൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്തതായിരുന്നു, പക്ഷേ അയാൾ ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളും ഞാനും തമ്മിൽ ഒരു കാര്യത്തിനും പൊരുത്തപ്പെട്ടു പോവുകയില്ല. അയാൾ എന്റെ ഈ സാമ്രാജ്യം കണ്ട് വളരെയധികം അസൂയപ്പെടുന്ന ആളാണ്. നമ്മുടെ ബാച്ച്മേറ്റ്സിന്റെ ഗെറ്റ് ടുഗദർ, അതിൽ ഞാൻ വരാതിരിക്കുമോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഷാഖാൽ. ഹായ് എവരിവൺ. സുഖമാണോ? നല്ല സുഖം. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ വേറൊരു സർപ്രൈസ് ഗസ്റ്റും ഇപ്പോൾ വരുന്നുണ്ട്. സർപ്രൈസ് ഗസ്റ്റ്? അതാരാ? ആരെയാ നീ വിളിച്ചത്? എന്റെ പാർട്ടിക്ക് താനെന്തിനാ സർപ്രൈസ് ഗസ്റ്റിനെ വിളിക്കാൻ പോകുന്നത്? ഏതായാലും നീ ക്ഷണിച്ചതല്ലേ, എന്നാ പറഞ്ഞേക്ക്, ആരെയാ നീ ക്ഷണിച്ചത്? അയാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സർ മെജസ്റ്റിക് വളരെ അത്യാവശ്യമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇങ്ങോട്ട് വിളിച്ചേക്കാമെന്ന് കരുതി. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ് സർ ജാദുക്കീന. സർ ജാദുക്കീനെയോ? ജയ്സിംഗ്, താനെന്തിനാ അയാളെ ഇങ്ങോട്ട് വിളിച്ചത്? അയാൾക്ക് എന്നെ കണ്ടാൽ തന്നെ വെറുപ്പാണ്. സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് വരെ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അയാള്. എനിക്ക് അയാളെ കാണേ വേണ്ട. ഗുഡ് മോർണിംഗ് ക്ലാസ്. ഷാഖാൽ, നീ സംസാരിച്ചതൊന്നും ഞാൻ കേട്ടിട്ടില്ല. നീ ഇപ്പോഴും എന്നെ കണ്ട് പേടിക്കുന്നുണ്ടോ? അത് സാർ, ഞാൻ പിന്നെ അത് അല്ല, അത് ഒന്നുമില്ല. ഇപ്പൊ ഞാനെന്തിനാ നിങ്ങളെ കണ്ടാ പേടിക്കുന്നത്? കൊച്ചുകുട്ടിയായിരുന്നപ്പോ സംഭവിച്ചല്ലോ. ഇപ്പൊ ഞാൻ വളർന്ന് വലിയ ആളായില്ലേ. ഇനി നിങ്ങൾ ഓടിച്ചെന്നെ ടോർച്ചർ ചെയ്യൊന്നുമില്ലല്ലോ അല്ലേ? ഷാഖാൽ, ഞാൻ നിന്നെ വഴക്ക് പറയോ അടിച്ച് ടോർച്ചർ ചെയ്യണമെന്നോ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കത് ഇപ്പോഴും പറ്റും. ഷാഖാൽ, നിനക്ക് ഇപ്പോഴും കൊച്ചുകുട്ടിയായി മാറാൻ പറ്റും. എന്താകണം? കൊച്ചുകുട്ടിയായി മാറാൻ. അയ്യോ സാറേ, എന്താ ഇതൊക്കെ? എന്നെ കൊച്ചാക്കല്ലേ. എന്തായി ചെയ്തിരിക്കുന്നത്? എന്നെ ഒന്ന് രക്ഷിക്കേ. ദയവ് എന്നോട് ക്ഷമിക്കണം സാറേ. സാറ് നിങ്ങൾ ഈ ചെയ്തത് വളരെ തെറ്റാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് പന്താണിത്? അദ്ദേഹം നിന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഒരു കളിപ്പാട്ടം പോലെ വലിച്ചിരുന്നത് കണ്ടില്ലേ? ഞാൻ അയാളെ വെറുതെ വിടില്ല. അയാളെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല. എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്നത്. നിങ്ങൾ എന്റെ ഗുരുവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ തെറ്റിദ്ധരിക്കില്ല. ശരി, ഓക്കെ. എന്നാൽ നമുക്ക് പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം. വരൂ വരൂ, എല്ലാവരും റിലാക്സ് ആയിരുന്നു പാർട്ടി എൻജോയ് ചെയ്യൂ. പിന്നെ ഗുരുജി എന്നെ ഒരു കോമഡി പീസാക്കി കളിപ്പിച്ചത് കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ചിൽഡായ ഈ ഫലൂദയിൽ നിന്ന് തന്നെ തുടങ്ങാം. എടുത്തോളൂ. ഗുരുജി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏർപ്പാടാക്കിയതാ. താങ്ക് യു ഷാഖാൽ. താങ്ക് യു ഷാഖാൽ, അടിപൊളിയായിട്ടുണ്ട്.
ഞാനാണ് മാജിക്, മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷകാൽ. ഗുരുജി, കുട്ടിക്കാലം മുതൽ ഈ ദിവസം വരെ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുമുണ്ട്, തല്ലിയിട്ടുമുണ്ട്. പക്ഷേ ജയ്സിംഗിനെ നിങ്ങൾ അഭിനന്ദിച്ചു. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും പറയാ? ഫലൂദയും കുൽഫിയും പോലെ നിങ്ങളിപ്പോ മിക്സായി പോയില്ലേ? ഇന്നു മുതൽ 2 ദിവസം, വെറും 2 ദിവസം നിങ്ങളെല്ലാവരും ശില്പങ്ങളായിരിക്കണം. അതിനുശേഷം നിങ്ങളെല്ലാവരും എന്റെ അടിമയായി തീരും. എന്റെ അടിമ. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അതനുസരിക്കുക തന്നെ വേണം. ഗുരുജി, നിങ്ങൾ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയി അല്ലേ? ഇപ്പൊ ഷകാൽ തനിച്ചാണെങ്കിലും നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല. മുത്തശ്ശനോട് പറഞ്ഞത് ശരിയാണ്. പാർട്ടി നടക്കുമ്പോൾ രഹസ്യമായിട്ട് വാച്ച് ചെയ്യാൻ പറഞ്ഞു. ഷക്കാലിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. അവൻ ഏത് സമയത്ത് നിറം മാറുന്ന ആർക്കും അറിയില്ല. മുത്തശ്ശന്റെ സംശയം ശരിയാണ്. ഷക്കാൽ ഇപ്പോൾ നിറം മാറിയിരിക്കുക. ഷക്കാൽ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേ? വിരുന്നിന് ക്ഷണിച്ചിട്ട് ഗസ്റ്റിനോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. നിന്റെ സ്വപ്നം സഫലമാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഓഹോ രുദ്ര, ക്ഷണിക്കാത്ത വിരുന്നുകാരനായിട്ടാണ് നീ ഇവിടെ എത്തിയിരിക്കുന്നത്. ആരാണ് എന്നെ തടഞ്ഞു നിർത്താൻ പോകുന്നത്? നീയോ? രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷകാൽ. എന്നാ ഇപ്പൊ കാണിച്ചു തരാം. അകീറ, ഷകീറ, ഗോ ഫൈ ഹോ. നിനക്ക് നിന്റെ മാജിക് പവർ കാണിക്കാൻ വലിയ ഇഷ്ടമാണല്ലേ? ഇപ്പൊ കാണിക്ക, നിന്റെ പവർ എന്താണെന്ന് കാണിക്ക. ഇപ്പൊ കാണിക്ക. അകീറ, സകീറ, ഫോഴ്സ് ഗെറ്റ് റെഡി. ബൈ ബൈ രുദ്ര. 2 ദിവസത്തിന് ശേഷം ഞാൻ എന്റെ പുതിയ സേനയുടെ കൂടെ വന്ന് നിന്നെ മീറ്റ് ചെയ്യാം. ബൈ ബൈ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല മൈര. പക്ഷെ ഇപ്പൊ അല്പം ഷക്കാലിന്റെ കളി ഒന്ന് കൂടിപ്പോയി. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഷക്കാലി തടഞ്ഞു നിർത്തണം. ഒരുമിച്ച് എല്ലാ മജീഷ്യന്റെ ശക്തിയും അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ സൺസെറ്റിയെ മാത്രമല്ല എല്ലാവർക്കും അപകടകാരിയാവും. നിങ്ങൾ 2 പേരും ഷക്കാലിന്റെ പുറകെ ചെന്ന് അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യും. അവനുമായി ഏറ്റുമുട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞാൻ ചെയ്യാം. ഓക്കെ രുദ്ര. രുദ്ര, നീ അല്പം പോലും ടെൻഷൻ ആകാതെ ഷാക്കാലിനെ തോൽപ്പിക്കുവാനുള്ള വഴി കണ്ടുപിടിക്കൂ. നിന്നെ ആരും ഇവിടെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഇങ്ങോട്ട് ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. രുദ്ര, നീ ശരിക്കും കുടുങ്ങിപ്പോയി. ഷാക്കാൽ,
ഞാൻ രുദ്രയെ ലൈബ്രറിയില് മാജിക്കൽ സൊല്യൂഷൻ എന്ന ബുക്ക് വായിക്കുന്നത് കണ്ടായിരുന്നു. എനിക്കത് മുൻകൂട്ടി അറിയാമായിരുന്നു. രുദ്ര ലൈബ്രറിയൻ അലാസ് സാറിന്റെ അടുത്ത് പോവുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അവിടെ ചെന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞത്. സബാഷ് സപ്പോള. ഇനി നീ അവിടെ നിന്നും തിരിച്ചു വന്നേക്ക്. ഇനി എന്റെ അഭ്യാസങ്ങൾ എന്താണെന്ന് നോക്കുക. അക്കീറ, സക്കീറ. ഞാൻ മായാജാലം, ഞാനാണ് മാജിക്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. നമ്മൾ വിചാരിച്ചത് തന്നെ സംഭവിച്ചു. എന്റെ കണ്ണ് വെട്ടിച്ച് സഫോളിക്ക് രക്ഷപ്പെടാനാവില്ല. അവൻ ഇനി എവിടെ പോയാലും ശരി. Watch India's largest kids library only on Jio Hotstar. Download the app now.